നമ്മളിന്നത് പറയണത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ബിറ്റ് കോയിൻ എങ്ങനെ വാങ്ങാമെന്നാണ്. ബിറ്റ് കോയിൻ എന്നല്ല, എല്ലാ ക്രിപ്റ്റോ കറൻസിയും, ഏത് ക്രിപ്റ്റോ കറൻസി എങ്ങനെയാണ് വാങ്ങാമെന്നുള്ളതാണ്. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കിയിട്ട് അതിനായിട്ട് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഏത് ബ്രോക്കറായാലും ഡൗൺലോഡ് ചെയ്യാം. ബൈനാൻസ് ഉണ്ട്, ബൈബിറ്റ് ഉണ്ട്. ബൈബിറ്റ് ഇപ്പോൾ ഇന്ത്യയിൽ സപ്പോർട്ടാവില്ല അതിൻ്റെ വെരിഫിക്കേഷന്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ബൈനാൻസിൽ നമുക്ക് മേടിച്ചിട്ട് കാണിച്ചു തരാം. ആദ്യം ബൈനാൻസ് ഓപ്പൺ ചെയ്തിട്ട് ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കണം. അക്കൗണ്ട് ഉണ്ടാക്കാൻ സിമ്പിളാണ്. നമ്മളെ ഫോൺ നമ്പറും ഇതും വെച്ചിട്ട് അക്കൗണ്ട് ഉണ്ടാക്കുക. അക്കൗണ്ട് ഉണ്ടാക്കണ ഐഡിയ വേണമെങ്കിൽ ഞാൻ അടുത്തിൽ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇതെടുക്കുക, സിമ്പിളാണ്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ബൈ ചെയ്തിട്ട് ബൈ വിത്ത് INR ഒരു 1000 രൂപക്കാണെങ്കിൽ 1000 രൂപയ്ക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും വാങ്ങാം നമുക്ക്. ഇത് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ P2P വഴിയാണ് നമ്മൾ വാങ്ങുന്നത്. ഇങ്ങനെയായാലും ഇത് നമ്മൾ വേറെ ടീമിന് നമ്മൾ ഇത് അയച്ചു കൊടുക്കുക, ക്യാഷ് അയച്ചു കൊടുക്കുക. അവർ നമുക്ക് ഇത് തരും, ഡോളർ തരും. അല്ലെങ്കിൽ ഇതിൽ നമുക്ക് വേറെ ഓപ്ഷനും ഉണ്ട്, നേരെ ഡയറക്റ്റായിട്ട്. ഇതിപ്പോൾ ഓരോ കറൻസിയാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ വാങ്ങിയിട്ടുള്ളത് XRP പറഞ്ഞ കറൻസിയാണ്. ചെറിയ എമൗണ്ടിന് വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് കുറഞ്ഞത് 800 രൂപയ്ക്ക് മുതലൊക്കെ ഇട്ട് ചെയ്യാം. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും വാങ്ങാം. ഇതിൽ ഇത്രയും കറൻസികളുണ്ട്, ക്രിപ്റ്റോ കറൻസികൾ. ലേറ്റസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തതും എല്ലാതും ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് P2P വഴി എങ്ങനെ വാങ്ങുക എന്നുള്ളത് കാണിച്ചു തരാം. ഇത് ബിനാൻസിൽ മുകളിലത്തെ ഓപ്ഷൻ കഴിഞ്ഞിട്ട് ബിനാൻസ് പ്രോ എന്നുള്ള ഓപ്ഷനുള്ള ഇത് നിൽക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഇത് ട്രേഡ് ചെയ്യണവർക്കുള്ളതാണ്. ഓപ്ഷൻ ട്രേഡിങ്ങും ഒക്കെ ചെയ്യണവർക്കുള്ളതാണ്. ഇതിൽ പിന്നെ ഈ മുകളിലുള്ള ഏറ്റവും മുകളിലേക്കുള്ള ഇതില്ലേ, ഇതിൽ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വരും. ഇതിലുണ്ടാവും P2P എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. റെക്കമെൻഡഡിൽ രണ്ടാമത്തെ ഓപ്ഷന് P2P വഴി ഉണ്ടാവും. ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് നമ്മളെ ഗൂഗിൾ പേ വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ, Paytm വഴിയൊക്കെ നമുക്ക് ഇത് വാങ്ങാം. ആദ്യം USDT വാങ്ങാം. ആദ്യം USDT വാങ്ങിയിട്ടാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ പറ്റുള്ളൂ. അതായത് ഇങ്ങനെ വരുമ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റേറ്റ് കൊടുക്കുക. ഇതിലുണ്ടാവും ഓരോ ഭാഗത്തും 95% നല്ല ആൾക്കാരുണ്ട്, 100%, അങ്ങനെ ഓരോ ഇതുണ്ടാവും, ഓരോ ആൾക്കാരത് ബ്രോക്കറിൽ. ഇതിൽ നമുക്ക് പേടിക്കേണ്ടതില്ല, കാരണം അവർ നമുക്കിനി പൈസ ഇതാക്കിയില്ലെങ്കിലും നമുക്ക് കംപ്ലൈൻറ്റ് ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടും. ഇതിൽ ഞാൻ ഓപ്ഷൻ ഉണ്ട് ഇവിടെ INR സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ എമൗണ്ട് എന്നുള്ളത് നമുക്ക് എത്ര എമൗണ്ടാണ്, ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു 1000 രൂപ കൊടുക്കുകയാണ്. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 1000 രൂപ തരാനുള്ള ആൾക്കാരത് നമ്മളിത് കാണിക്കും. ഇതിൽ 1000 to 1900 വരെ ഇവരുടെ അടുത്തുണ്ട്. ഫസ്റ്റത്തെ ആളടുത്തുണ്ട്. അടുത്ത് അതിൻ്റെ റേറ്റ് 92.86 രണ്ടാമത്തെ അടുത്തുണ്ടാവും. 1000 to 12,700 വരെ ഒരിടത്ത് പേയ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തതാണ് ഈ പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ നമുക്ക് ഇതിൽ ആളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് എങ്ങനെ FonePe ആണോ, UPI ആണോ, Paytm ആണോ, അങ്ങനെ എല്ലാ ഓപ്ഷൻ ഉണ്ട്. ഗൂഗിൾ പേ ആണോ. ഞാനിപ്പോൾ തൽക്കാലം ഗൂഗിൾ പേ സെലക്ട് ചെയ്യുകയാണ്. ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് കൺഫേം കൊടുക്കുകയാണ്. ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കൺഫേം കൊടുക്കുമ്പോൾ അത്രയും ആൾക്കാർ ഇപ്പോൾ ഗൂഗിൾ പേ വഴി എനിക്കിത് ഡോളർ USDT തരാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. പിന്നെ ഇതാകുമ്പോൾ സേഫാണ്. മറ്റേതാകുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഇതിനെക്കാട്ടി കുറഞ്ഞ റേറ്റിൽ നമുക്ക് വേറെ കുറേ ആൾക്കാരിൽ നിന്ന് USDT കിട്ടും. പക്ഷേ അതാവുമ്പോൾ നമുക്ക് സേഫ് ആയിരിക്കില്ല. ഇതാകുമ്പോൾ സേഫാണ് റേറ്റ് കൂടിക്കഴിഞ്ഞാലും. ഇതിൽ നമുക്കിപ്പോൾ ഫസ്റ്റത്തെ ആൾക്കാരുടെ ഏകദേശം 100% അയാൾ ഏകദേശം 3194 ട്രേഡ് എടുത്തിട്ടുണ്ട്. 100% വിശ്വസിക്കാമെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അതിനെ ബൈ ചെയ്യാം. ഇതിൽ ബൈ ഉണ്ടാവും. ഇതിലിങ്ങനെ ഓരോ ടീംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ അവൾക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കണം. ഓർഡർ കൺഫേം ചെയ്യുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. എന്നിട്ട് അവൾക്ക് ചാറ്റ് ചെയ്യണം. അവൾ ചാറ്റ് ചെയ്തുകൊണ്ട് അവർ ഓൺലൈനിലുണ്ടോ നോക്കുക. അയക്കാം. ഇനി ഓൺലൈനിൽ ഇല്ലെങ്കിലും അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി. ഇതിലിപ്പോൾ നമ്മൾ മെസ്സേജ് കണ്ടിട്ടില്ല. ഈ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എടുക്കുക. ഇനി നമ്മളെ ഈ ഫോൺ നമ്പറില്ലേ, ഈ ഫോൺ നമ്പർ കോപ്പി ചെയ്തിട്ട് ഈ ഫോൺ നമ്പർ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ ഗൂഗിൾ പേ പോയിട്ട് ഇതടക്കുക, പേയ്മെൻറ്റ് ചെയ്യുക.
ഈ അക്കൗണ്ടിൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ട്രാൻസ്ഫേർഡ് നോട്ടിഫൈ സെല്ലർ എന്ന് പറഞ്ഞിട്ട് അയക്കുക. എന്നിട്ട് ഇവിടെ ഈ ഓപ്ഷനില്ലേ, ഫസ്റ്റത്തെ ഓപ്ഷനിൽ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുക. അതായത് നമ്മളെ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ഐ ഹാവ് റീഡ് അണ്ടർ അതും ടിക്ക് ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫർ നോട്ടിഫൈ സെല്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനില്ലേ, ഇത് നോക്കി കൊടുക്കുക. അപ്പോൾ ഓൾതിക്ക് ഇത് പോകും. അതായത് ഓൾതിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആൾ പേയ്മെൻറ്റ് നമുക്ക് അയച്ചു തരും. ആൾതിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവരപ്പോൾ തന്നെ നമുക്ക് ഇത് USDT നമുക്ക് റിലീസ് ചെയ്ത് തരും. അതിന് നമുക്ക് ഇവർ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്ത് തരും. അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് USDT വാങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് USDT ഇവിടെ വരും. അതായത് ഇപ്പം ഞാൻ വാങ്ങണമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ബൈനാൻസ് ലൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ എന്നിട്ട് നിങ്ങൾക്ക് ബിറ്റ് കോയിനാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ബിറ്റ് കോയിനിൽ ബൈ അല്ല കൺവേർട്ട് ചെയ്യാം. ഒരു മിനിറ്റ്. ഇതിൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് XRP ആണ്. അത് വെച്ചിട്ട് ബിറ്റ് കോയിൻ വാങ്ങാനാണ്. എൻ്റെ അടുത്തുള്ള മാക്സിമം XRP കോയിനായിട്ട് ബിറ്റ് കോയിൻ വാങ്ങാൻ നിൽക്കുമ്പോൾ പറയുന്നത് 0.0000028 ആണ് വരുന്നത്. അത്ര ബിറ്റ് കോയിനാണ്. പിന്നെ ഇതിൽ ട്രേഡ് എന്നുള്ളത് നിൽക്കിയാൽ മതി. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണില്ല. അതായത് ഞാനിപ്പോൾ തൽക്കാലം ബിറ്റ് കോയിൻ വാങ്ങാൻ ഉദ്ദേശിക്കണില്ല. കാരണം ഇപ്പോൾ കൂടിയ റേറ്റിലല്ല നിൽക്കണത്. അപ്പോൾ ഇങ്ങനെയാണ് വാങ്ങൽ. ഇത്ര സിമ്പിളാണ്. പിന്നെ ഇതിൽ ഇങ്ങനെ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഇവിടെ XRP എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ USDT ആക്കിയാൽ മതി. നിങ്ങളടുത്ത് ഏതാണെന്നുള്ളത് വെച്ചാൽ USDT ആക്കിയിട്ട് നിങ്ങൾക്ക് USDT ആണ് അവർ അയച്ചു തരിക. അപ്പോൾ USDT നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. നമ്മുടെ ബാലൻസിൽ ഇപ്പോൾ നമ്മളെ മനസ്സിലായി ഇവിടെ ഈ ആഡ് ഫണ്ടിൻ്റെ നേരെ അടുത്തുള്ള ടോട്ടൽ വാല്യൂ എന്നുള്ളിടത്ത് നിങ്ങൾ USDT വരും. ആ USDT ആയിട്ട് ആണ് നിങ്ങൾ വാങ്ങേണ്ടത്. അവിടെ നിങ്ങളെ ബാലൻസ് കാണിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ബിറ്റ് കോയിൻ വേണമെങ്കിലോ എത്തീറിയം വേണമെങ്കിലോ ഇവിടെ കൺവേർട്ട് ചെയ്യാം. കൺവേർട്ടിൽ ഇവിടെ USDT ആക്കി കൊടുക്കുക. ഫസ്റ്റത്തെ ഓപ്ഷൻ USDT ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മാക്സിമം USDT കാണിക്കും. ഏകദേശം $10 ആണെങ്കിൽ $10 റേറ്റ് ഏകദേശം എത്തീറിയം ഇത്രയാണ് കിട്ടുക. അതായത് 0.00291721 എന്നുള്ള അത്ര ആയിരിക്കും. നിങ്ങൾ ചെറിയ എമൗണ്ട് ആണെങ്കിലും ഒരു ഇത് വേണമെന്നൊന്നുമില്ല. അതായത് ഒരു കോയിൻ്റെ പ്രൈസ് വേണമെന്നൊന്നുമില്ല. നമ്മുടെ അടുത്തുള്ള ചെറിയ എമൗണ്ടിലാണെങ്കിലും നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഇതുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്താലും മതി.